ചെയ്യുന്ന രീതി കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. ചെറുള്ളിയൊക്കെ നല്ല കുഴയാതെ പേള് പോലെയും തക്കാളിയൊക്കെ ഓവറായിട്ട് വെന്ത് പോകാതെയും ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പി. ചോറിൻ്റെ കൂടെ മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യമേ 2 സവാള, വലിയ സവാളയൊന്ന് പേസ്റ്റാക്കി മാറ്റിയെടുക്കണേ. ഞാൻ ഏകദേശം 800 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് മാറ്റി വെക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും മിക്സിയുടെ ജാറിനകത്തോട്ട് നല്ലവണ്ണം കഴുകിയെടുത്ത ഒരു പിടി പുതിന ഇല, അതുപോലെ കഴുകിയെടുത്ത ഒരു പിടി മല്ലിയില, ചെറിയ വെളുത്തുള്ളി ആയത് കാരണം ഒരു 18-20 എണ്ണോളം ഉണ്ട്, അതോടെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതോടെ ഒന്ന് കട്ട് ചെയ്തിടുവാണേ, ഒരേപോലെ അരിഞ്ഞു കിട്ടാനായിട്ട്. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണേ. ഇത് ആദ്യമേ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത്, അതായത് നമ്മളൊന്ന് ഇടിച്ച് എടുക്കുന്ന ഒരു ഫീൽ കിട്ടിയാൽ മതി. അതിനു വേണ്ടിയാണ് ലാസ്റ്റ് ചേർത്തത്. അതുകൂടെ ഒന്ന് മാറ്റി വെക്കുക അരച്ച്. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിൽ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേ സ്പൂൺ തന്നെ 1 സ്പൂൺ എരിവുള്ളതോ എരിവില്ലാത്തതോ മുളക് പൊടിയാണ്. ഇതൊന്ന് ചെറിയ ചൂടിലിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. ഓവറായിട്ട് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ തുടങ്ങും. നല്ലൊരു മൂത്ത മണമൊക്കെ വരുവേ. കുറച്ചൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി മാറ്റി വയ്ക്കണേ. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്, അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അതിനകത്ത് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യമേ തന്നെ ആ പുതിന മല്ലിയില പേസ്റ്റാണ് ഇടുന്നത്. ഇതിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരുപാട് വെള്ളം ഒഴിച്ച് പുതിനയൊന്നും അരക്കരുതെന്ന് അതാ പറഞ്ഞത്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്തൊന്ന് വഴറ്റാമേ. ഇങ്ങനെ തൈരൊക്കെ ഒന്ന് പിരിഞ്ഞ് വരുന്ന പോലെ വെള്ളമൊക്കെ പറ്റുമ്പോൾ ഒന്ന് പിരിഞ്ഞ ഒരു ഇതിലോട്ട് വരുമേ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊന്ന് വരും. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സവാള അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം ഒഴിക്കാതെ വേണം സവാള അരയ്ക്കാനായിട്ട്. അത് സവാളയുടെ വെള്ളമാണ്. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. സവാള പച്ചക്കായത് കാരണം ഒന്ന് വഴറ്റേണ്ടി വരും. ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്ത കാരണം അടിയിലൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഒട്ടാൻ തുടങ്ങും, സവാള അരച്ചത് കാരണമേ. അങ്ങനെ ലൈറ്റായിട്ട് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ തവി വെച്ചൊന്ന് ചുരണ്ടി വിട്ടാൽ മതിയേ. അതും വഴന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് ബബിൾ പോലെ വന്നിട്ടുണ്ട്. ഇനി ചെറുള്ളിയാണ് ചേർക്കുന്നത്. കട്ട് ചെയ്യാതെ ചേർക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതൊരു 3/4 കപ്പോളം ഉണ്ട്. ഇതിനൊരളവൊന്നുമില്ല, ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് ചെറുള്ളി ഒന്ന് ലൈറ്റായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് കുറേശ്ശെയായിട്ട് വഴന്ന് വരുന്നുണ്ട്. കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അതുപോലെ തന്നെ ലൈറ്റായിട്ട് ഒന്ന് തെന്നി മാറുന്ന ഒരു സ്റ്റേജ് വരുവേ. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത ഒരു 3 സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. പുളിയുള്ള തൈര് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതിയേ. ഇതോട് ചേർത്തൊന്ന് ഇളക്കുവാണ്. ഇതൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടിയാണ് ഇടുന്നത്. ഇനി ഈ പൊടി മസാലയ്ക്കകത്തൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഉപയോഗിക്കുകയാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. ശകലം വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ഈ മസാലയെല്ലാം കുറേശ്ശെയായിട്ട് കളർ മാറാൻ തുടങ്ങും. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് ചൂടായി കിട്ടണേ. നല്ലതായിട്ട് മിക്സായിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഗരം മസാലയാണ് ഇടുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇത്രയും ചേർത്ത് പൊടിച്ചതാണ് ഇടുന്നത്. കൂടെ തന്നെ 4-5 പച്ചമുളക് കീറാതിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയാൽ മാത്രം മതി. എരിവ് വേണ്ടാന്ന് വെച്ച് കീറിയിട്ടില്ല. നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അത് കീറി ഇടാവുന്നതാണ് പച്ചമുളക്.
ഇനി കുരുമുളക് പൊടിയുടെ ഒക്കെ ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാനത് കീറിയിട്ടില്ല. ഇനി ചിക്കൻ ഒരു 800 ഗ്രാമോളമാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ മസാലയ്ക്കകത്ത്. ഇത് നന്നായിട്ട് മിക്സ് ആകുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് ചൂടാകണം, ഒരുപാടൊന്നും വഴറ്റണ്ട, പക്ഷേ നല്ലോണം ആവി പോകുന്ന കാണുമ്പോൾ അറിയാമല്ലോ, അതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചത്. ഗ്രേവി ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയല്ല, ഇതിനൊരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഇനി ചിക്കനകത്തൊന്നും വെള്ളം ഇറങ്ങും, അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിലും വെള്ളം കുറച്ച് നിങ്ങൾക്ക് നല്ല പുരട്ടിയെടുക്കാവുന്ന ഒരു രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയായിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ്. ഇനി ഇതിനകത്ത് 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സായിട്ട് ഉപ്പൊക്കെ ഒന്ന് വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, നല്ല കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയായ കാരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. നല്ല ചൂടുണ്ടാകും. മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിക്കുക. ഇതൊരു പകുതി വേവ്, ചിക്കൻ ഒരു പകുതി വേവാകുമ്പോഴാണ് ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ് ഞാൻ ഇടുന്നത്. ഒരു 6 പീസായിട്ട്, വലിയ പീസായിട്ട് കട്ട് ചെയ്തിടുവാണ്. തീരെ കട്ടി കുറഞ്ഞരിഞ്ഞാൽ അതങ്ങ് ഒരുപാട് വെന്തുടഞ്ഞു പോകും. വെന്തുടയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഈ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് വെച്ച് നല്ലവണ്ണം ഡാർക്ക് കളറാവുമേ. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്ത കാരണം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണേ. അടി ചേർത്ത് ഇളക്കിക്കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒരു 3/4 വേവാകുമ്പോഴാണ് അടുത്ത ചേർക്കേണ്ടത്. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കറി കുറേശ്ശെയായിട്ട് ഡാർക്കാകാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കറി കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇനി ഒരു 5-6 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ മതി, അപ്പോഴത്തേന് ഓഫ് ചെയ്യേണ്ട സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പിലയാണ് ഇടുന്നത്. ആ ഒരു 5-6 മിനിറ്റ് മുന്നായിട്ട് ക്യാപ്സിക്കമാണ് അരിഞ്ഞതിടുന്നത്. അത് ലാസ്റ്റിലിടാവും, ഒരുപാട് വെന്തുടയാതിരിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റിലിടുന്നത്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് ഇട്ടിട്ടുള്ളത്. അത് ചേർത്ത് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഈ കറിക്കകത്ത് നല്ലൊരു ടേസ്റ്റ് കൂടെയാണ്. ഇനി അവസാനത്തെ ഒരു 5-6 മിനിറ്റ് നേരത്തെ ഈ ക്യാപ്സിക്കം ഇട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. എണ്ണയൊക്കെ നന്നായിട്ട് സൈഡിലെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴത്തേന് ആ ഉള്ളിയൊന്നും ഉടയാതെയും ആ തക്കാളിയൊന്നും അധികം ഉടയാതെയും ക്യാപ്സിക്കമൊക്കെ കറക്റ്റ് ക്രഞ്ചി പരുവത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഓഫ് ചെയ്തതിന് ശേഷവും ആ ചട്ടിക്കകത്ത് നല്ലവണ്ണം ചൂട് കാണും. അതൊക്കെ ക്യാപ്സിക്കം വേകാനുള്ള ധാരാളം ടൈം കിട്ടും. അതിന് ഉടയാതെ ഇങ്ങനെ കിട്ടണം. കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ഒന്നും ഉടഞ്ഞിട്ടില്ല, പച്ചമുളക് ഒന്നും വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമ്മൾ കൈ വെച്ചൊന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേന് നല്ലവണ്ണം വെന്തുടഞ്ഞ് വരും. എനിക്ക് കറിക്ക് അഥവാ ചാറ് കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവേ. തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ഈ ഇരുമ്പ് ചീനച്ചട്ടി വെക്കുകയാണെങ്കിൽ കറി വീണ്ടും ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. വീണ്ടും ഒന്ന് ചൂടാക്കാമെങ്കിൽ വീണ്ടും നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് കാണാൻ നല്ല ലുക്ക് കിട്ടുമേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയാണ്. നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നത് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.